ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമി വൈബ്സ് ബൈ പ്രിയ ആൻഡ് 555 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിലെ കുറച്ച് ടോപ്പിക്ക് നിങ്ങളെ ഡിസ്കസ് ചെയ്യാനാണ്. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇത് ഞാൻ CSB എക്സാം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ഇപ്പോൾ ജോലിയുടെ തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത സാഹചര്യമൊക്കെ കൊണ്ട് അവർ പോകാതിരിക്കുന്നുണ്ടല്ലോ കോച്ചിങ് സ്ഥലത്ത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പോലും എടുക്കാതിരിക്കുന്നുണ്ടല്ലോ. അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ടോപ്പിക്സ് ചെയ്യാൻ ഓർത്തത്. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് സെഷൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അസറ്റ്സ് എന്താ നമുക്ക് നോക്കാം. ആദ്യമേ ക്യാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾസ് ബിസിനസ്സിൽ ഓൺ ചെയ്യുന്നത്, അതായത് ക്യാഷ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും വാല്യുബിൾസ്, അതിന് തുല്യമുള്ള വാല്യുബിൾസ് ആര് ഓൺ ചെയ്യുന്നത്? ബിസിനസ്സിൽ ഓൺ ചെയ്യുന്നതാണ് അസറ്റ്. അസറ്റ് ഡെറിവേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഫ്രഞ്ച് വേർഡാണ്, അതാണ് ആക്സസ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനഫ് എന്നാണ്. അപ്പോൾ അസറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അസറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം ക്യാഷ് അല്ലെങ്കിൽ അതിന് തുല്യമായ എന്തെങ്കിലും വാല്യുബിൾസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് ഓൺ ചെയ്യുന്നത്, ബിസിനസ്സിൽ ഉണ്ടാകുന്നത്, അതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന വേർഡ് ഡെറിവേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഫ്രഞ്ച് വേർഡായ ആക്സിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനഫ് എന്നാണ്, വിച്ച് മീൻസ് ഇനഫ്. ഓക്കെ, ഇനി അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം നമുക്ക്. അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, കണ്ടിൻജന്റ് അസറ്റ്. എന്നാൽ ഈ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ടാൻജിബിൾ, മറ്റൊന്ന് ഇൻടാൻജിബിൾ. ദെൻ ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു ലോങ് പീരീഡിനുള്ളതാണ്. ദീർഘകാലം ഒരു ബിസിനസ്സിലുള്ള ഒരു അസറ്റ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ദെൻ പെർമനൻ്റ്ലി യൂസ് ചെയ്യുന്ന അസറ്റാണത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു അസറ്റിന് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ദെൻ നമുക്ക് അറിയാം ഫിക്സ്ഡ് അസറ്റിന് സാധാരണ സംഭവിക്കുന്നതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡിപ്രിസിയേഷൻ ഇല്ലാതെ ഒരു കാര്യമുണ്ട്, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്. ആ അസറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാൻഡാണ്. ഈ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിന് അപ്രീസിയേഷനാണ് ഉണ്ടാകുന്നത്. കാരണം ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, ലാൻഡിൻ്റെ ഇപ്പോൾ എന്താണ്? അപ്രീസിയേഷനാണ്. എന്നാൽ മറ്റുള്ള ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഒബ്സലൻസ്, പാസേജ് ഓഫ് ടൈം, വിയർ ആൻഡ് ടിയർ, മെയിൻലി വെജിറ്ററീസ്. അപ്പോൾ അത് ഫിക്സ്ഡ് അസറ്റ് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? ഡിപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഓൾറെഡി എന്ത് ആകും? റിഡ്യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ സംഭവിക്കും ഫിക്സ്ഡ് അസറ്റിന്. എന്നാൽ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുള്ളൂ അതിൻ്റെ വാല്യൂ. അതുകൊണ്ട് ഡിപ്രിസിയേഷനല്ല സംഭവിക്കുന്നത്, അവിടെ അപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ എന്താണ്, ഇപ്പോൾ മിക്കവർക്കും ഡൗട്ടാണ് എന്താണ് ലാൻഡ് ഫിക്സ്ഡ് അസറ്റ് ആയാലും ഡിപ്രിസിയേഷൻ അണ്ടറിൽ ഉൾപ്പെടുത്താത്തത്, അണ്ടറിൽ വരാത്തത്. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് എൻ്റെ റീസൺ. ഇനി അടുത്തത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പം ടാൻജിബിൾ അസറ്റും ഉണ്ട്, ഇൻടാൻജിബിൾ അസറ്റും ഉണ്ട്. ടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത് അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ടച്ച് ചെയ്യാനും സാധിക്കും, അതിനെ കാണാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക്, മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത് ടാൻജിബിൾ അസറ്റ് പോലെയല്ല, അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസും ഇല്ല. അതുപോലെ തന്നെ അത് നമുക്ക് കാണാനോ കാണാനോ ടച്ച് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതല്ല. ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അതൊക്കെ ഒരു പേരിലും ഇപ്പോഴും നിലനിന്ന് പോകുന്നതാണ്. ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. നമുക്കതിന് ടച്ച് ചെയ്യാൻ പറ്റുമോ? നെവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻടാൻജിബിൾ അസറ്റ്? ദെൻ അടുത്തത് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്, ഫ്ലക്ച്വേഷൻ അസറ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷിലോട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒരു 1 ഇയറിൽ നമുക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് അടുത്തത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാഷിൻ്റേത് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, BR, ബിൽ റിസീവബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ എക്സാമ്പിൾസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതൊരു ഇൻവെൻട്രി ആണ്. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ബിൽ റിസീവബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. അതായത് ക്യാഷിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എത്ര കാലയളവിനുള്ളിൽ? വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ. ദെൻ അടുത്തത്
എന്താണ് ലിക്വിഡ് അസറ്റ്? ലിക്വിഡ് അസറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ്. എത്രയാണ്? 90 ഡേയ്സ്. ഇപ്പോൾ ലിക്വിഡ് അസറ്റിന് എക്സാമ്പിൾസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അസറ്റിലോട്ട് പോകാം. വേസ്റ്റിംഗ് അസറ്റ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്? ഈ റവന്യൂസ് ഒക്കെ നമുക്ക് എയിം ചെയ്യാൻ പറ്റും വേസ്റ്റിംഗ് അസറ്റിൽ. പക്ഷേ ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രാജുവലി എന്ത് ചെയ്യപ്പെടും? എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെടും. നാച്ചുറൽ സോഴ്സസ് അല്ലേ, ഒരു കാലാവധി കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കുക? അത് എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെടും. അതാണ് മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ടൈം പീരീഡ് അനുസരിച്ച് ഡിക്ലൈൻ ചെയ്യും വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ഇനി അസറ്റ് എന്തിന് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് അസറ്റ് എന്തിന് കാരണമാണ്? ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് സേക്ക് അസറ്റ് അല്ലെങ്കിൽ നോമിനൽ അസറ്റ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അതിനൊരു റിയൽ വാല്യൂ ഉണ്ടാകത്തില്ല, ഒരു സെയിലബിൾ വാല്യൂ ഉണ്ടാകത്തില്ല, നോ മെറ്റീരിയൽ വാല്യൂ. ഇതൊക്കെ കൊണ്ടാണ് ഞാനൊരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ക്രോസ് മാർക്കായിട്ട്. ഓക്കെ, കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉണ്ടാവത്തില്ല. റിയൽ വാല്യൂ ഉണ്ടാകത്തില്ല, സെയിലബിൾ വാല്യൂ ഉണ്ടാകത്തില്ല, ഒരു മെറ്റീരിയൽ വാല്യൂ ഉണ്ടാകത്തില്ല. അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ കാണിക്കും. എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ ഉണ്ടെങ്കിൽ നമ്മളത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും, ഫോർ എ ടെക്നിക്കൽ റീസൺ. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിൽ നമ്മളിത് കാണിക്കുന്നത്? അസറ്റ് സൈഡിൽ. എക്സാമ്പിൾ preliminary expenses, discount on issue of shares and debentures, adjustment of huge amount, accumulated loss. All these expenses comes under. ഈ എക്സ്പെൻസസ് ഒക്കെ എന്തിനായിട്ടുള്ള വരുന്നതാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. അത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. ദെൻ ഈ അൺറിട്ടൺ പോർഷൻ ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സേക്ക് അസറ്റ്. എന്താണ് സേക്ക് അസറ്റ്? ഇനി അത് കണ്ടിജൻ്റ് അസറ്റ്. അസറ്റിൻ്റെ ഒരു എക്സിസ്റ്റൻസ് വാല്യൂ, ഓണർഷിപ്പൊക്കെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? ഒരു സ്പെസിഫൈഡ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് നമ്മൾ കണ്ടിജൻ്റ് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ ക്ലെയിം ഫോർ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, റീഫണ്ട് ഫോർ അപ്ട്രൈ. അറിയാലോ, ഇതൊക്കെയാണ് കണ്ടിജൻ്റ് അസറ്റിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ ഡിക്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ പറയും. ഒരു കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിന് ഫ്ലക്ച്വേഷൻ പറയും. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അമോർട്ടൈസേഷൻ എന്ന് പറയും. വേസ്റ്റിംഗ് അസറ്റിൻ്റെ ഇതിന് നമ്മൾ എന്ത് പറയും? ഡിപ്ലീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് വീഡിയോസിൽ ചിലപ്പം എന്താ പറയുക, എഡിറ്റൊന്നും ചെയ്യാതെയൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഐം റിയലി സോറി. ഞാൻ എല്ലാം ഓരോരുത്തരും ഓരോ സജഷൻസ് പറയുന്നുണ്ട്, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊരു ഹെൽപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും, അത് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇടുന്നത്. എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പം ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ മറ്റുള്ള ടോപ്പിക്സായ ഓരോന്നും സൈക്കോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ പഠിക്കുന്ന ടോപ്പിക്സ്, പിന്നെ ഡെയിലി വ്ലോഗ്, അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.